ഇയാൾ ഏറ്റവും ശ്രദ്ധേയനാകുന്നത് അയാളുടെ 2020 വന്ന ഒരു ആൽബം ഉണ്ട്. അയാൾ തന്നെ രചിച്ച, അയാൾ തന്നെ പാടുന്നത്. വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത്. അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു. പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലുമൊക്കെ ഇതിൻ്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു FIR ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടൻ്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന വെള്ള സാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു. ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ, വർണ്ണവ്യത്യാസത്തിൻ്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല. അത് ഏത് ഭരണമാണെങ്കിലും. ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയണത്. ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട്, മാറി മാറി ഭരിച്ചു സങ്കല്പിക്കുക. അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിൻ്റെ നിയമമാണ്. പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു. നമുക്കറിയാമല്ലോ, രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ 2 എഴുത്തുകാരെ കുറിച്ച്. രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സാങ്കല്പികമായിരുന്നു, സത്യത്തിലില്ലായിരുന്നു. പക്ഷെ അത് കാണണമെങ്കിലും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു. ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുവരികയാണ്, പൊതിക്കാൻ അയക്കുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക. എന്ത് സൗന്ദര്യമല്ലേ, ഇതിട്ട രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിനെ നഗ്നനാക്കുകയാണ് അവർ. എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ എന്തു ഷെയർ, വല്ലാത്തൊരു സൗന്ദര്യം. രാജാവിന് ഈ ഡ്രസ്സല്ലേ എന്നും വേണ്ടത്. സത്യത്തിലെ ആള് ഫുള്ള് നഗ്നനാണ്. ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ്. അവരുടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു. രാജാവ് മനസ്സിലാക്കി, നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും. മന്ത്രി മനസ്സിലാക്കി, രാജാവിൻ്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ചുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണ്. അങ്ങനെ ഓരോരുത്തരും രാജാവിൻ്റെ ഭാര്യ മനസ്സിലാക്കി, ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട്. പക്ഷേ രാജാവിൻ്റെ ഭാര്യ മനസ്സിലാക്കി, ഞാനെങ്ങാനും അത് സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധിയെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം അന്ധങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒട്ടും പരിചയമില്ലാത്ത 2 കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത്. അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഗുജറാത്തിലൊക്കെ 5000-ത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത്, ബുൾഡോസർ രാജ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 350ഓളം മുസ്ലിം സ്ഥാപനങ്ങൾ, പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ടുപോലും, അരവരി കൊണ്ടുപോലും ഇതിനവർ എതിർക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം, ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. ഇത് സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും, ഏത് ഭരണകൂടം ചെയ്താലും, ഏത് വ്യക്തി ചെയ്താലും.